ഹായ്. ഡിജിപ്പോസ് എന്ന നമ്മുടെ ബില്ലിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഒരു ടെക്സ്റ്റൈൽ സ്ഥാപനത്തിന്റെ ലാഭകരമായ നടത്തിപ്പിന് എങ്ങനെ ഉപകരിക്കും നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ആദ്യം യൂസർ ലോഗിൻ ഉണ്ട്. നമുക്കത് ഓരോ സ്റ്റാഫിനും സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനും അവർക്ക് വേണ്ട പെർമിഷൻസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവർക്ക് ബില്ല് ഓൾറെഡി ചെയ്ത പഴയ ബില്ലുകൾ കാണാൻ പറ്റണോ, പുതിയ ബില്ല് എൻ്റർ ചെയ്യാൻ പറ്റണോ, ചെയ്തൊരു ബില്ല് എഡിറ്റ് ചെയ്യാൻ പറ്റണോ, ക്യാൻസൽ ചെയ്യാൻ പറ്റണോ, ഡിലീറ്റ് ചെയ്യാൻ പറ്റണോ, അങ്ങനെ ഓരോ ഓച്ചറും നമുക്ക് പെർമിഷൻ സെറ്റ് ചെയ്യാം. ഏതൊക്കെ റിപ്പോർട്ട്സുകൾ കാണണം, അക്കൗണ്ട്സ് ഏതൊക്കെ കാണണം, ബാർകോഡ് പ്രിന്റിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് പെർമിഷൻ വേണോ. കൂടാതെ ആ സ്റ്റാഫിന് ബില്ല് എഡിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര പേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കാൻ പാടുള്ളൂ, ഇതെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ ഓരോ സ്റ്റാഫിന് ഡെയിലിയുള്ള ആക്ടിവിറ്റീസ്, അവർ സോഫ്റ്റ്വെയർ എപ്പോൾ ലോഗിൻ ചെയ്യുന്നു, ലോഗിൻ ചെയ്തിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ചെയ്തത്, ഇതെല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ സോഫ്റ്റ്വെയറിൽ മാസ്റ്റേഴ്സിലാണ് പുതിയ ക്രിയേഷൻസ് എല്ലാം വരുന്നത്. പുതിയ ഐറ്റം, കാറ്റഗറി, സപ്ലയർ, കസ്റ്റമർ, ഇതെല്ലാം നമുക്ക് മാസ്റ്റേഴ്സിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ വരാതെ തന്നെ ട്രാൻസാക്ഷനകത്ത് നിന്നുകൊണ്ട്, അതായത് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സപ്ലയർ ക്രിയേറ്റ് ചെയ്യാം, പുതിയ ഐറ്റം ക്രിയേറ്റ് ചെയ്യാം, സെയിൽസ് ചെയ്യുന്ന കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. ട്രാൻസാക്ഷനകത്താണ് നമ്മുടെ പർച്ചേസ് വേണ്ടി വരുന്നത്. പർച്ചേസ് അതിൽ നമുക്ക് ഇൻവോയ്സ് നമ്പർ കൊടുക്കാം, ദെൻ സപ്ലയറുടെ പേര് കൊടുക്കാം, നമ്മുടെ ഐറ്റം കാര്യങ്ങൾ സെലക്ട് ചെയ്യാം, ക്വാണ്ടിറ്റി കൊടുക്കാം. പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ ഐറ്റം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഐറ്റം ഇതിനു മുമ്പ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് സപ്ലയർ ചെയ്യുന്നതാണ്, അത് എത്ര ക്വാണ്ടിറ്റി എന്ന് പർച്ചേസ് ചെയ്തെല്ലാം നമുക്കിവിടെ കൂട്ടറിൽ കാണിക്കുന്നതാണ്. കൂടാതെ സെയിൽസ് റേറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പ്രൊഡക്റ്റ് നമുക്ക് എത്ര പെർസെൻറ്റേജ് മാർജിൻ ഉണ്ട്, കൂടെ എത്ര രൂപ നമുക്ക് മാർജിൻ കിട്ടും. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്ക് സെയിൽസ് റേറ്റ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. അതുകൂടാതെ തന്നെ നമുക്ക് ഐറ്റത്തിൻ്റെ ലാൻഡിങ് കോസ്റ്റ്, നമുക്ക് ഓരോ പ്രൊഡക്റ്റും നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലാൻഡിങ് കോസ്റ്റ് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ഈ ബില്ല് ടോട്ടൽ 25,900 രൂപയുടെ ബില്ലുണ്ട്. നമുക്ക് ഈ ബില്ലിൽ ഒരു 2,000 റുപ്പീസ് ഡിസ്കൗണ്ട് കിട്ടിയെന്ന് കരുതുക. അപ്പം ഈ ഐറ്റത്തിൻ്റെ പർച്ചേസ് റേറ്റ് എന്ന് പറയുന്നത് 599 രൂപയാണ്. നമുക്ക് ഈ 2,000 റുപ്പീസ് ഡിസ്കൗണ്ട് കിട്ടിയതുകൊണ്ട് തന്നെ ഈ ഐറ്റത്തിൻ്റെ ലാൻഡിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 551 രൂപയായി. അതായത് അതിൻ്റെ പർച്ചേസ് റേറ്റിൽ നിന്ന് ടോട്ടൽ ക്വാണ്ടിറ്റി ഡിവൈഡ് ചെയ്തിട്ട് എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2,000 രൂപ ഡിസ്കൗണ്ട് അല്ല കിട്ടിയത്, അതിന് പകരം നമുക്ക് എക്സ്പെൻസ് ആയിട്ടൊരു 10,000 റുപ്പീസാണ് ഫൈവ് ടൈം കൂലിയൊക്കെ ആയിട്ട് വന്നെന്ന് കരുതുക. അപ്പം ഓരോ ബില്ലിനും ആ എമൗണ്ട് പോയി ആഡായി. അതായത് 599 രൂപയ്ക്ക് നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റിന് ലാൻഡിങ് കോസ്റ്റ് വരുന്നത് 838ആണ്. അതേപോലെ 450 രൂപയ്ക്ക് നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റിന് ലാൻഡിങ് കോസ്റ്റ് വരുന്നത് 629 രൂപയാണ്. അപ്പോൾ നമുക്ക് കൃത്യമായ ലാൻഡിങ് കോസ്റ്റുകൾ അറിയാനും അതിനെ ബേസ് ചെയ്ത് നമ്മുടെ സെയിൽസ് റേറ്റ് സെറ്റ് ചെയ്യാനും ഡിജിപ്പോസിൽ സാധിക്കുന്നതാണ്. കൂടാതെ ഈ പർച്ചേസ് നമ്മൾ സേവ് ചെയ്യുമ്പോൾ തന്നെ ഇതിന് വേണ്ട ബാർകോഡ് കാര്യങ്ങൾ നമുക്ക് വേണ്ട രീതിയിൽ തന്നെ കസ്റ്റമൈസ് സെറ്റ് ചെയ്യാൻ പറ്റും. അത് പ്രിന്റ് വരും. ഇനി നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് സെയിൽ എങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ട്രാൻസാക്ഷനകത്ത് സെയിൽസ് വിൻഡോയിൽ നമുക്ക് സെയിൽ എടുക്കാം. ജസ്റ്റ് ബില്ല് ചെയ്യാനായിട്ട് ബാർകോഡ് ഒന്ന് റീഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ക്വാണ്ടിറ്റി കാര്യങ്ങൾ നമുക്കിവിടെ ആവശ്യമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇത് സേവ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ഡെസ്ക് ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്ക് ഏത് മോഡിലാണ് ക്യാഷ് കിട്ടുക, UPI ആണോ കാർഡാണോ എന്താണെന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കാം. ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ബാലൻസ് എമൗണ്ട് എത്രയാണ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നതാണ്. നമ്മുടെ പ്രിന്റിന് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. തെർമൽ, A4, A5 ഏത് ഫോർമാറ്റിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്കൊരു റിട്ടേൺ വന്നിട്ട് കസ്റ്റമർ നമുക്കൊരു സെയിൽസ് റിട്ടേൺ തന്നിട്ട് അതിനെങ്ങനെ ഇഷ്ടൊരു സെയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനാദ്യം നമ്മൾ സെയിൽസ് റിട്ടേണകത്ത് കസ്റ്റമർ റിട്ടേൺ കൊണ്ടുവന്നായിട്ട് നമ്മൾ എൻ്റർ ചെയ്യണം. ഇപ്പം ഞാൻ 1,799 രൂപയുടെ ഐറ്റം റിട്ടേൺ കാണിച്ചു. ഇനി ഇതിനെങ്ങനെ ഇഷ്ടം അവരൊരു പർച്ചേസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിൽസ് വിൻഡോ എടുക്കുന്നു. കസ്റ്റമർ പകരം എടുക്കുന്ന ഐറ്റംസ് ഏതാണോ അത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ബാർകോഡ് റീഡ് ചെയ്ത് കൊടുത്താൽ ഐറ്റം ഇവിടെ ലിസ്റ്റ് ചെയ്യും. അപ്പം 4,396 രൂപയുടെ ഐറ്റമാണ് അവരെടുത്തത്. ഇനി നമുക്ക് റിട്ടേൺ ഇവിടെ കോൾ ചെയ്യാൻ പറ്റും. നമുക്കിവിടെ സെയിൽസ് റിട്ടേൺ ഇവിടെ കോൾ ചെയ്യാൻ പറ്റും. കോൾ ചെയ്തിട്ട് ബില്ല് സേവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബില്ല് എമൗണ്ട് പറയുന്നത് 4,396 രൂപയാണ്. പക്ഷേ കസ്റ്റമർ പേ ചെയ്യേണ്ട എമൗണ്ട് 2,597ആണ്. നമ്മുടെ റിട്ടേൺ കിട്ടിയ ഐറ്റത്തിൻ്റെ എമൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് പേബിൾ ആയിട്ട് കാണിക്കും. നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന പ്രിൻ്റ് ഔട്ടിലും ഇത് കൃത്യമായിട്ട് കാണിക്കും. അവരുടെ ബില്ല് എമൗണ്ട് എന്ന് പറയുന്നത് 4,396ആണ്. അതിൽ 1,799 രൂപയുടെ ഐറ്റം റിട്ടേൺ ഉണ്ട്. ബാലൻസ് അവർ പേ ചെയ്യേണ്ടത് 2,597ആണ്. ഇത് നമ്മുടെ ക്യാഷ് ഡെസ്കിൻ്റെ റിപ്പോർട്ട്, നമ്മൾ ഈവനിങ് നമ്മുടെ ക്യാഷ് ഡെസ്ക് റിപ്പോർട്ട് എടുക്കുമ്പോൾ അതിലും കൃത്യമായിട്ട് ഇത് കാണിക്കും. അതായത് ഇന്ന് എത്ര സെയിലുണ്ട്, എത്ര റിട്ടേൺ ഉണ്ട്, എത്ര ക്യാഷ് പേയ്മെൻറ്റ് വന്നു, പേബിൾ എത്രയാണ്, അതിനകത്ത് റിട്ടേൺ ചെയ്തെല്ലാം കറക്റ്റായിട്ട് കാണിക്കും. അതിനകത്ത് എത്ര ക്യാഷ് ഉണ്ട്, എത്ര UPI വന്നു, എല്ലാം ഇവിടെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇതുകൂടാതെ നമുക്ക് ഇൻവെൻട്രി കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ ആവശ്യമായ പർച്ചേസ് റിട്ടേൺ, പർച്ചേസ് ഓർഡർ, ഡെലിവറി നോട്ട്, റെസീറ്റ് നോട്ട് തുടങ്ങിയ വൗച്ചേഴ്സ് ഡിജിപ്പോസിൽ അവൈലബിൾ ആണ്. കൂടാതെ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യാനായിട്ട് റെസീറ്റ്, പേയ്മെൻറ്റ്, കോൺട്രാക്ട് ചെയ്യാനല്ല, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട് അങ്ങനെ വൗച്ചേഴ്സ് ഉണ്ട്.
ബാർകോഡ് മാനേജർ ഉണ്ട്, മൾട്ടിപ്പിൾ പ്രൈസ് മാനേജ് ചെയ്യാനായിട്ട് പ്രൈസ് സ്റ്റെപ്പ് ഉണ്ട്, സ്റ്റോക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഫിസിക്കൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. കൂടാതെ നമുക്ക് ഡാഷ്ബോർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ രീതിയിൽ നമ്മുടെ റിപ്പോർട്ട്സുകൾ കിട്ടുന്നതാണ്. ടോട്ടൽ ഒരു സമ്മറി നമ്മുടെ ഷോപ്പിനെ സംബന്ധിച്ച് കിട്ടും. ഡെയിലി സെയിൽ എത്രയാണ്, ഡെയിലി പർച്ചേസ് എത്രയാണ്, നമ്മുടെ നിലവിലെ സ്റ്റോക്ക് വാല്യൂ എത്രയാണ്, കസ്റ്റമർ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ കൊടുക്കാനുള്ള എമൗണ്ട്, കസ്റ്റമർ നമുക്ക് തരാനുള്ള എമൗണ്ട് എത്ര, സപ്ലയർ ഔട്ട്സ്റ്റാൻഡിങ് സപ്ലയർക്ക് നമ്മൾ ഇതുവരെ എത്ര എമൗണ്ട് കൊടുക്കാനുണ്ട്, ഡെയിലി സെയിലിൻ്റെ ഗ്രാഫ്, എത്ര ക്യാഷിലുണ്ട്, എത്ര UPIയിലുണ്ട്, സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, നമുക്ക് വന്ന എക്സ്പെൻസുകൾ ഏതൊക്കെയാണ്. കൂടാതെ ലാസ്റ്റ് വന്ന ട്രാൻസാക്ഷൻ്റെ ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ടോപ്പ് സെല്ലിംഗ് പ്രൊഡക്റ്റുകൾ നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും. ഇതുകൂടാതെ ഡീറ്റെയിൽ ആയിട്ടുള്ള കസ്റ്റമർ അനാലിസിസ്, സപ്ലയർ അനാലിസിസ്, ലെഡ്ജർ അനാലിസിസ്, ഓരോ ഐറ്റത്തെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. കൂടാതെ നമുക്ക് എല്ലാ റിപ്പോർട്ട്സുകളും സ്റ്റോക്ക്, പർച്ചേസ്, സെയില് അങ്ങനെയുള്ള എല്ലാ റിപ്പോർട്ട്സും ഡിജിപോസിൽ അവൈലബിൾ ആണ്. സ്റ്റോക്ക് റിപ്പോർട്ടിൽ തന്നെ നമുക്ക് സ്റ്റോക്ക് വാല്യൂവിൻ്റെ റിപ്പോർട്ട് കൃത്യമായിട്ട് കിട്ടും. നമുക്ക് വേണ്ട ഓരോ റിപ്പോർട്ടിനെയും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട ഫീൽഡുകൾ മാത്രമായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കൂടാതെ എടുക്കുന്ന ഓരോ റിപ്പോർട്ടിനെയും നമുക്ക് പല രീതിയിലുള്ള ഫിൽറ്റർ അവൈലബിൾ ആണ്. കാറ്റഗറി വൈസ് ഫിൽറ്റർ ചെയ്യാൻ പറ്റും, മാനുഫാക്ചർ വൈസ് ഫിൽറ്റർ അവൈലബിൾ ആണ്. കൂടാതെ സ്റ്റോക്ക് കൺസോളിഡേറ്റ് റിപ്പോർട്ടുണ്ട്. ഒരു ഐറ്റം എത്ര വന്നു, എത്ര പോയി, ബാലൻസ് എത്ര ഉണ്ട്, റീഓർഡർ ലെവലിൻ്റെ റിപ്പോർട്ടുണ്ട്, മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ അവൈലബിൾ ആണ്. സീറോ സ്റ്റോക്കിൻ്റെ റിപ്പോർട്ട് ഡിജിപോസിലുണ്ട്. കൂടാതെ നെഗറ്റീവ് സ്റ്റോക്കിൻ്റെ ഉണ്ട്. ഫാസ്റ്റ് മൂവിങ് ഐറ്റം ഇതാണ്, സ്ലോ മൂവിങ് ഐറ്റം, നോൺ മൂവിങ് പ്രൊഡക്റ്റുകളുടെ റിപ്പോർട്ട്സുകൾ, സപ്ലയർ വൈസ് റീഓർഡർ ലെവൽ, നമ്മുടെ ഐറ്റം പർച്ചേസ് ചെയ്യാൻ ഒരു സപ്ലയർ എടുത്ത് പോകുമ്പോൾ ആ സപ്ലയറെ റീഓർഡർ ലെവൽ താഴെയുള്ള പ്രൊഡക്റ്റ് റിപ്പോർട്ട് കൃത്യമായിട്ട് കിട്ടും. സപ്ലയർ വൈസ് ഐറ്റം സ്റ്റോക്കിൻ്റെ റിപ്പോർട്ടുണ്ട്, കാറ്റഗറി വൈസ് റിപ്പോർട്ടുണ്ട്. മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അതിനെ കണ്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ഡിജിപോസി കിട്ടുന്നതാണ്. സ്റ്റോക്ക് ഏജിങ് റിപ്പോർട്ടുകൾ, ഓരോ പ്രൊഡക്റ്റും എത്ര കാലം എടുത്താണ് സെയിൽ ആകുന്നത് എന്നുള്ള റിപ്പോർട്ട്സുകളുണ്ട്. ഐറ്റം മാർജിൻ റിപ്പോർട്ട്, നമുക്ക് ഓരോ പ്രൊഡക്റ്റിലും നിലവിൽ നമ്മുടെ സ്റ്റോക്കിലുള്ള ഓരോ പ്രൊഡക്റ്റിനും നമുക്ക് എത്ര രൂപ മാർജിൻ കിട്ടുന്നു, അതായത് ഐറ്റത്തിൻ്റെ പർച്ചേസ് റേറ്റ്, പർച്ചേസ് വാല്യൂ എത്രയാണ്, ഈ ഐറ്റം നമ്മൾ എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്, ഈ ഐറ്റത്തിൽ നമുക്ക് എത്ര % അല്ലെങ്കിൽ എത്ര രൂപ മാർജിൻ കിട്ടും, അങ്ങനെ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് സെയിൽസ് റിപ്പോർട്ട്, പർച്ചേസ് റിപ്പോർട്ടുണ്ട്, സെയിൽസ് റിപ്പോർട്ടുണ്ട്. അതായത് ഡെയിലി എത്ര സെയിലുണ്ട്, 1-ാം തീയതി എത്ര സെയിൽ, 2-ാം തീയതി എത്ര, അങ്ങനെയുള്ള റിപ്പോർട്ട്സുകൾ, ഓരോ ഐറ്റം വൈസ് സമ്മറി, ഡിസ്കൗണ്ട് ചെയ്ത സെയിൽസിൻ്റെ മാത്രം റിപ്പോർട്ട്സുകൾ, സെയിൽസ് ആൻഡ് വൈസ് റിപ്പോർട്ട്സുകളുണ്ട്. കാറ്റഗറി വൈസ് ഓരോ കാറ്റഗറിയിൽ എത്ര സെയിൽ എന്നുള്ള റിപ്പോർട്ട്സുകളുണ്ട്. ഡെയിലി പ്രോഫിറ്റ്, ഐറ്റം വൈസ് പ്രോഫിറ്റ്, ടോപ്പ് കസ്റ്റമർ ആരാണ്, ക്യാൻസർ സെയിൽസിൻ്റെ തന്നെ റിപ്പോർട്ട്, ടോപ്പ് സെയിൽ എമൗണ്ട്, കൂടുതൽ എമൗണ്ടിന് സെയിൽ ചെയ്യപ്പെട്ടിട്ടുള്ള ഏതൊക്കെ, കൂടുതൽ ക്വാണ്ടിറ്റി സെയിൽ ചെയ്യപ്പെട്ടിട്ടുള്ള ഏതൊക്കെ, ഓരോ സപ്ലയർ വൈസ് സെയിൽസ് റിപ്പോർട്ട്, ഇങ്ങനെ പല രീതിയിലുള്ള സെയിൽസിൻ്റെ റിപ്പോർട്ട് ഡിജിപോസിൽ അവൈലബിൾ ആണ്. കൂടാതെ പർച്ചേസ് ഓർഡറിൻ്റെ, സെയിൽസ് ഓർഡർ, ഫിസിക്കൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ, സ്റ്റോക്ക് ട്രാൻസ്ഫർ, നമുക്ക് ഗോഡൗൺ ഷോപ്പൊക്കെ സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന റിപ്പോർട്ട്സുകൾ, അക്കൗണ്ട്സ് റിപ്പോർട്ട്സുകൾ, ഡെലിവറി നോട്ട്, ഗിഫ്റ്റ് ഓപ്ഷൻ റിപ്പോർട്ട്, GST ഫയൽ ചെയ്യാൻ ആവശ്യമായ GSTR എല്ലാ റിപ്പോർട്ട്സും നമുക്ക് അവൈലബിൾ ആണ്. കൂടാതെ MIS റിപ്പോർട്ടുകൾ, അതായത് നമുക്ക് റേറ്റിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ MIS റിപ്പോർട്ടിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതായത് MRP കൂടുതൽ സെയിൽസ് റേറ്റുള്ള പ്രൊഡക്റ്റുകളുണ്ടോ, പർച്ചേസ് റേറ്റിനേക്കാൾ താഴെ സെയിൽസ് റേറ്റുള്ള പ്രൊഡക്റ്റുകൾ, ഷെൽഫ് ലൈഫ് റിപ്പോർട്ട്സുകൾ അവൈലബിൾ ആണ്. സെയിൽസ് കമ്പാരിസൺ, അതായത് മൾട്ടിപ്ലയറിലെ കഴിഞ്ഞ വർഷം ഈ സമയത്ത് എന്ത് സെയിലായിരുന്നു, ഈ വർഷം എത്ര സെയിലുണ്ട്, അങ്ങനെയുള്ള റിപ്പോർട്ട്സുകൾ, ഓരോ മാസത്തെയും സെയിൽസിൻ്റെ സമ്മറി റിപ്പോർട്ട്സുകളെല്ലാം നമുക്ക് ഡിജിപോസിൽ അവൈലബിൾ ആണ്. കൂടാതെ അക്കൗണ്ട്സ്, ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ക്യാഷ് ഫ്ലോ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ റിപ്പോർട്ട്സുകൾ, ബാങ്ക് റീകൺസേഷൻ, ചെക്ക് രജിസ്റ്റർ തുടങ്ങിയതെല്ലാം നമുക്ക് ഡിജിപോസിൽ അവൈലബിൾ ആണ്. കൂടാതെ CRM മീൻസ് നമുക്ക് ബില്ല് ചെയ്യുന്ന സമയത്ത് ബില്ല് കസ്റ്റമർക്ക് വാട്സപ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഫോർമാറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബില്ല് സേവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് PDF ആയിട്ട് കസ്റ്റമർക്ക് വാട്സപ്പ് പോകും. സെയിൽ കൂടാതെ നമുക്ക് റെസീറ്റ്, സെയിൽസ് റിട്ടേൺ, ഏതൊക്കെ ഓഫേഴ്സുകൾ ആവശ്യമെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ബൾക്കായിട്ട് നമുക്ക് കസ്റ്റമർക്ക് ഓഫർ അല്ലെങ്കിൽ ഗിഫ്റ്റ് വൗച്ചർ അങ്ങനെ കാര്യങ്ങളൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഡിജിപോസിൽ അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് ഓഫർ മാനേജിൻ്റെ വൗച്ചേഴ്സ് ഉണ്ട്. പല രീതിയിലുള്ള ഡിസ്കൗണ്ടുകൾ നമുക്ക് സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോ കാറ്റഗറിക്ക് നമുക്ക് ഡിസ്കൗണ്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ ബ്രാൻഡിന് മാത്രമായിട്ട് നമുക്ക് ഡിസ്കൗണ്ടുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ഐറ്റത്തിന് അല്ലെങ്കിൽ ഓരോ ബാച്ചിന് മാത്രമായിട്ട് ഡിസ്കൗണ്ടുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഷോപ്പിൽ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഐറ്റത്തിൻ്റെ ലിസ്റ്റ് എക്സലിൽ കളക്ട് ചെയ്തിട്ട് ആ ഡിസ്കൗണ്ട് കാര്യങ്ങൾ എക്സലിൽ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷോപ്പിൽ ആ ഡിസ്കൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ ഓഫറുകൾ, ലോയൽറ്റി പോയിന്റ്സ് ഉണ്ട്, ഐറ്റം ഓഫർ, ഒരു ഐറ്റം എടുത്താൽ മറ്റേ ഐറ്റം ഫ്രീ, അല്ലെങ്കിൽ കോംബോ ഓഫർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, 1+1 ഫ്രീ, അങ്ങനെ പല രീതിയിലുള്ള ഓഫറുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഗിഫ്റ്റ് വൗച്ചർ ഡിജിപോസിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
കൂടാതെ ടാലി മൈഗ്രേഷൻ ആവശ്യമായ റിപ്പോർട്ട്സ് കാര്യങ്ങൾ നമുക്ക് ഡിജിപോസ്റ്റ് അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് സെൻഡ് ഇൻസൈറ്റ് എന്ന് പറഞ്ഞൊരു മൊബൈൽ ആപ്പ് ഡിജിപോസായിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷോപ്പിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ ലൈവായിട്ട് സെയിൽ, പർച്ചേസ്, സ്റ്റോക്ക്, കൂടാതെ സ്റ്റാഫ് എന്തെങ്കിലും ബില്ല് എഡിറ്റ് ചെയ്തു അങ്ങനെ കാര്യങ്ങളെല്ലാം നമുക്ക് ഫോണിൽ അറിയാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ നമുക്കൊരു ഇ-കൊമേഴ്സ് സൈറ്റ്, വെബ്സൈറ്റ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് ലൈവായിട്ട് സൈറ്റുമായിട്ട് സിങ്ക് ആകുകയും നമ്മുടെ വെബ്സൈറ്റിലൊരു സെയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിലോട്ട് വരികയും, കൂടാതെ നമ്മുടെ ഷോപ്പിലൊരു സെയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വെബ്സൈറ്റിൽ കുറയുകയും ചെയ്യുന്ന രീതി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ നമ്മുടെ സ്ഥാപനത്തിൽ എത്ര ബിൽ കൗണ്ടർ ഉണ്ടോ അതനുസരിച്ച് നമുക്ക് കൗണ്ടർ മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനും, ഓരോ കൗണ്ടറിലായാലും ബില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ഡ്രോവറിലുള്ള എമൗണ്ട് കൃത്യമായിട്ട് എൻ്റർ ചെയ്യാനും, അതാത് ദിവസം വൈകിട്ട് ബില്ലിംഗ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൗണ്ടറിലുള്ള ക്യാഷ് ബാലൻസ് കൃത്യമായിട്ട് രേഖപ്പെടുത്താനും, അത് നമ്മുടെ സോഫ്റ്റ്വെയറിലെ ഡേറ്റയുമായിട്ട് അന്ന് വന്ന ക്യാഷ് ബാലൻസുമായിട്ട് ടാലി ആണോ, എക്സസ് ആണോ, ഷോർട്ടേജ് ആണോ, അങ്ങനെ കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കാനും ഡിജിപോസിൽ സാധിക്കുന്നതാണ്. ഡിജിപോസ് സോഫ്റ്റ്വെയറിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. കൂടാതെ ഓരോ വൗച്ചേഴ്സിലും ഓരോ റിപ്പോർട്ടിലും നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.